ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ്. ഇഡ്ലി എന്ന് പറയുമ്പോൾ ഇതൊരു വെറൈറ്റി ഇഡ്ലിയാണ്. നമ്മൾ ചീസും ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവരും തന്നെ ഫ്രിഡ്ജിൽ ഇഡ്ലി മാവ് ഉണ്ടാവും, അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇപ്പോൾ നമുക്ക് ഇഡ്ലിയുടെ കൂടെ സാമ്പാറോ ചട്നിയോ ഒന്നും ആവശ്യമില്ല, വെറുതെ തന്നെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കുന്നത്. ചിക്കൻ ചീസ് ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ് ഇഡ്ലി മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഇഡ്ലി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഡ്ലി മാവിൽ ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഉപ്പ് പ്രത്യേകമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കാം. ഇഡ്ലിക്ക് ആവശ്യമുള്ള ചിക്കനാണിത്. ഞാൻ കുക്ക് ചെയ്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കറി അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എല്ലോട് കൂടിയുള്ള ചിക്കൻ കഷ്ണങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മീറ്റ് മാത്രം അടർത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളാണ് അടർത്തിയെടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ചിക്കൻ്റെ മീറ്റാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ മെഷർമെൻറ്റിൽ നമുക്കൊരു 10 അല്ലെങ്കിൽ 12 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിനായിട്ട് വേണ്ടത് ചീസാണ്. ഞാൻ ഈ സൈസിലുള്ള ഒരു പീസ് ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചീസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ മസാല റെഡിയാക്കാനായിട്ട് ഒരു കടായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. സവാള ചേർത്തൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി വരണം. സവാളയെല്ലാം മൂത്തൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ചിക്കൻ കൂടുതൽ ഡ്രൈ ആയി പോകാതിരിക്കാനും മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് തളിച്ച് കൊടുക്കണം. വെള്ളം കൂടി പോകരുത്. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റി മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ ചിക്കൻ മസാല പാകമായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പാനിൽ വെള്ളം വെച്ചതിന് ശേഷം ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലിത്തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇഡ്ഡലി പാനിൽ വെച്ചിരിക്കുന്ന വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇഡ്ഡലിത്തട്ടിലേക്ക് ഓരോ തവിയും മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി മാവ് ഇട്ട് കഴിഞ്ഞ് എൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. എല്ലാ ഇഡ്ഡലികളുടെയും മുകളിലേക്ക് 1 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം.
ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ചീസെല്ലാം ഇട്ട് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് പാനൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇഡ്ഡലി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇഡ്ഡലി നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് പുറത്തേക്ക് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇഡ്ഡലി കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഡ്ഡലിയുടെ സൈഡ് ഒരു കത്തിയോ സ്പൂണോ കൊണ്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് ചട്നി, സാമ്പാർ ഇവയുടെ കൂടെ കൂട്ടി കഴിക്കാം. ഇത് വെറുതെ തന്നെ തിന്നാൻ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിലേക്ക് പറ്റിയ നല്ല റെസിപ്പിയാണ്. ഞാനിവിടെ തേങ്ങ ചട്നിയോട് കൂടിയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്